ഹലോ മച്ചാമാരെ, അപ്പം നിങ്ങൾക്ക് വീണ്ടും കാശി ഗെയിമിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ അടുത്തൊരു കാർ ഡെലിവറി ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് ഏതാ കാർ ഡെലിവറി നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഞാൻ മുമ്പോട്ട് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഇതേപോലത്തെ കൂടുതൽ കണ്ടൻസ് നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് ഒരു കാർ ഡെലിവറിക്ക് നൽകുന്ന മസ്താങ് കാണും. എന്തായാലും മസ്താങ് അറിയാലോ, എന്തായാലും ഒരു പവർ സാധനമാണ് മസ്താങ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും കാർ ഡെലിവറിക്ക് ഒന്ന് പോയി നോക്കാം മസ്താങ്ങിൻ്റെ. പിന്നെ ഗായ്സ്, എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ലാസ്റ്റ് 2 വീക്സ് വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാൻ. എന്തായാലും നിങ്ങൾ വിഷമിക്കേണ്ട, അതെല്ലാം ഈ ആഴ്ച ഞാൻ നിർത്തുന്നതായിരിക്കും. പിന്നെ അമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളൊക്കെ ആയിട്ടും അതിൻ്റെ കുറച്ച് തിരക്കങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്നു നേരം. അപ്പം എല്ലാം കൊണ്ടും ഇച്ചിരി ബിസി ആയിപ്പോയി. അതാ കഴിഞ്ഞ 2 വീക്സ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. എന്നാൽ പനി പോയെന്ന് വെച്ചാൽ പനി പോയിട്ടുമില്ല, മൊത്തത്തിൽ പനി ഇപ്പോഴും ഉണ്ട്. കുതിര എടുക്കാൻ പോയി, അതിൻ്റെ ഒരു പനി, ചെറുതായിട്ടൊരു പനി കിട്ടിയിട്ടുണ്ട്. അപ്പം അതാ ഈ മൂക്കൊലിപ്പ് കിടന്ന് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് പോയിട്ട് പോവാം. നല്ല സ്ട്രീം ഇല്ലേ? എന്തായാലും നമുക്ക് എന്തായാലും കാർ ഡെലിവറിക്ക് പോയി നോക്കിയിട്ട് വരാം. എന്തായാലും മസ്താങ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഓടിച്ചുകൊണ്ടെന്ന് നോക്കാം. കാരണം മസ്താങ് എന്നൊക്കെ പറയുമ്പോൾ വേറൊരു വികാരമാണ്, അതറിയാലോ. സൗണ്ട് ബേസ് ആയാലും പവർ ബേസ് ആയാലും ഒരു വികാരമാണ്. എന്തായാലും നിങ്ങളെ എൻ്റെ പുതിയ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാൻ മതി. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിം പ്ലേയിലോട്ട് കടക്കാം. ഞാൻ കൂടുതൽ പഠിച്ചത് ബോറാകുന്നില്ല. നമുക്കതിൽ ഗെയിം പ്ലേയിലോട്ട് പോകാം. ഇപ്പോൾ നമ്മുടെ മസ്താങ് നമുക്ക് ഇട്ടിരിക്കുകയാണ് കാർഡേക്കുള്ള. നമുക്കങ്ങനെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് വിട്ടു നോക്കാം. ഒരു രക്ഷയിലെ പോലീസ് വാങ്ങും. അപ്പോൾ എന്തായാലും മസ്താങ് നമുക്ക് എന്തായാലും ഇനി കാർ ഡെലിവറി ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനായിട്ട് കിടക്കാം. നമുക്ക് ജസ്റ്റ് ഇരിക്കാതൊക്കെ മാക്സിമം കൊണ്ട് എത്തിക്കാൻ നോക്കാം. കാരണം ഇടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മെഷീൻ ഫെയിലാവും. നമുക്ക് പൈസയും കിട്ടത്തില്ല, ട്യൂൺ ചെയ്യാനൊന്നും പറ്റത്തുന്നില്ല. നൈസ് കളറിൽ വൈറ്റ് കൊള്ളാം. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കളർ കൊള്ളാവില്ല എന്ന് വേണ്ടിയാണ്. ഞാൻ ചെയ്യുന്നതല്ല, നമുക്ക് ഓൾറെഡി കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ തരുന്ന വണ്ടി കൊണ്ട് കാർ ഡെലിവറി ചെയ്തു അത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം എന്താകുമെന്ന്. ആരും ഇങ്ങോട്ട് വെച്ച് കയറ്റായിരുന്നു അറിയായിരുന്നു. അപ്പം അതിനത് കുഴപ്പമില്ല. കാരണം 160 കടന്നു. അതിനത് ട്രൈ ചെയ്ത് നോക്കാം. ചെറിയൊരു കർഷകൻ നല്ല ഐശ്വര്യം തുടങ്ങാം. എന്തായാലും പോയി നോക്കാം, പറത്തിച്ച് നോക്കാം. ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മാക്സിമം എത്ര ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, എത്ര ടോപ്പിൻ്റെ പോകുന്നതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ കുഴപ്പമില്ല. റെയിൽവേ ഡ്രൈവ് ആകും തോന്നുന്നു, ഞാൻ ചെക്ക് ചെയ്തില്ല. അതുകൊണ്ടായിരിക്കും. കാരണം മിക്കപ്പോഴും നമുക്ക് ഏറ്റവും ഈസി റിയൽ വി ഡ്രൈവ് ആണ് ഡ്രിഫ്റ്റ് ചെയ്യാൻ. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓൺ വി ഡ്രൈവും ഫ്രണ്ട് വി ഡ്രൈവ് നമുക്ക് അത്ര ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. റിയൽ വി ഡ്രൈവ് ആണ് ബെസ്റ്റ് നമുക്ക് എപ്പോഴും ഡ്രിഫ്റ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ട് അഥവാ കാർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യണമെന്ന് ആയതുകൊണ്ട് മാക്സിമം റിയൽ വി ഡ്രൈവ് പർച്ചേസ് ചെയ്യാം. ഈ കാറിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ കാർ എസ്ട്രീറ്റാണ്. ഇത് എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ഗെയിമിൻ്റെ പേര്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞതാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ള ഗെയിമിൻ്റെ പേര് തന്നെ. കാരണം റീസെൻ്റായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഒരു ഗെയിമിൻ്റെ പേരുണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. കുഴപ്പമില്ല, ഡ്രിഫ്റ്റിയും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെറ്റാണ്. ഒരു പണി തന്നെ. ഡ്രിഫ്റ്റിയും കാര്യങ്ങളും വണ്ടിയും സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കാർ ഡെലിവറി എത്താൻ സ്ഥലമായിരുന്നു. ഇച്ചിരി ഫ്രണ്ടിലോട്ട് കാർ ഡെലിവറി എത്താറായി. എന്തായാലും മച്ചാന്മാരെ, അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, കാരണം ഞാനൊരു ബിഗിനറാണ്, എനിക്കൊന്നും പറയാം. അഥവാ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് കൊടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യേണ്ട അതും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് കാർ ഡെലിവറി തീരാറായി. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് റേസ് ചെയ്യാൻ വേണ്ടി എന്തായാലും, കാരണം അതൊരു വികാരമല്ലേ. എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് വല്ല സജഷൻസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാർഡിൽ കഴിഞ്ഞ് നമുക്കുള്ള ഫണ്ടും കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. അതുവരെ നമുക്ക് പിന്നെയും കാണാം. ഓൾ ദി ബെസ്റ്റ്. അപ്പം താങ്ക് യു ഫോർ എവരി വൺ ഫോർ ലെറ്റിംഗ് എ ടൈം. ദിസ് ഇസ് കാശി ഗെയിമിംഗ് സൈനിങ് ഔട്ട്.